നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇത്തവണ സംസ്ഥാനത്ത് മഴയോണം. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നു. കള്ളക്കടൽ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജാഗ്രത തുടരണമെന്ന് അറിയിപ്പ്. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഉത്രാടം. നാടും നഗരവും ഉത്രാടപ്പാച്ചിലിൽ. അപ്രതീക്ഷിത മഴ കച്ചവടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ കച്ചവടക്കാർ. തിരുവോണം ഉത്സവമാക്കാനുള്ള തിരക്കിൽ മലയാളികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മന്ത്രി കെ മുരളീധരൻ ഉൾപ്പെടെ നിരവധി ഭക്തർ കാഴ്ചക്കുല സമർപ്പിച്ചു. നൂറുകണക്കിന് ഭക്തർ ഭഗവാന് കാഴ്ചക്കുല സമർപ്പിച്ച് ദർശന സായുജ്യം നേടി. തിരുമുൽക്കാഴ്ചയായി ഭക്തർ സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം തിരുവോണ സദ്യയുടെ വിശേഷ വിഭവമായ പഴം പ്രഥമന് ഉപയോഗിക്കും. ലോകമാകെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ തിരുജനനം ആഘോഷിക്കുന്ന നബിദിനത്തിന്റെ നിറവിൽ മുസ്ലിം സമൂഹം. മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം അഥവാ മിലാദു ഉൻ നബി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. വാർത്തകൾ വിശദമായി. ഇത്തവണ സംസ്ഥാനത്ത് മഴയോണം. ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. തിരുവോണ ദിനമായ നാളെയും പരക്കെ മഴ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ബുധനാഴ്ച യെല്ലോ അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട്. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിലിലാണ് നാടും നഗരവും. തിരുവോണം ഉത്സവമാക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. ഓണം നിറവിന്റെ കൂടി ആഘോഷമാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കാനാണ് മലയാളിയുടെ ഉത്രാടപ്പാച്ചിൽ. സമൃദ്ധിയുടെ ഉത്സവം, സന്തോഷത്തിന്റെ ഉത്സവം, ഒത്തുചേരലിന്റെ ആഘോഷം എല്ലാം പാരമ്യത്തിലെത്തുന്നത് തിരുവോണത്തിന്. അതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള പാച്ചിലാണ് ഉത്രാടത്തിന്. വിപണികൾക്കും ഉത്സവം. പുത്തനുടുപ്പും പച്ചക്കറികളും പഴങ്ങളും പൂക്കളും പലവ്യഞ്ജനവുമെല്ലാം വാങ്ങി അറ നിറയ്ക്കും മലയാളി. എത്രയെല്ലാം ഒരുക്കങ്ങളായാലും ഉത്രാടത്തിന് മലയാളിക്ക് തിരക്കാണ്. അവസാന വട്ടത്തെ കുറവുകൾ നികത്താനുള്ള നെട്ടോട്ടം. അവനവന്റെ കഴിവിനനുസരിച്ച് എല്ലാം വാങ്ങാനുള്ള ഓട്ടത്തിൽ ചെറുകിട കച്ചവടക്കാർ മുതൽ വൻകിടക്കാർക്ക് വരെ കൈയും മനസ്സും നിറയും. ഓൺലൈനിലും കച്ചവടം തകൃതിയാണെങ്കിലും കടകളിൽ പോയി തിക്കിത്തിരക്കി കണ്ട് തൊട്ടുനോക്കി വാങ്ങുന്നതിന്റെ ത്രില്ലൊന്നും അതിനില്ല. ഉത്രാടം ഉറക്കമില്ലാത്ത ദിവസം കൂടിയാണ്. വീട്ടുകാരെല്ലാം ഒത്തുചേർന്ന് കായ വറുക്കലും അച്ചാറുണ്ടാക്കലും. ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ ഏത്തക്കായക്കുല നിർബന്ധം. ഉത്രാടത്തിന് തുടങ്ങുന്ന ആഘോഷത്തിന് തിരുവോണവും കഴിഞ്ഞ് 3-ാം ഓണത്തിനെ കൊടിയിറങ്ങും. ഗ്രാമമായാലും നഗരമായാലും ഓണം മലയാളിക്ക് സമ്പദ് സമൃദ്ധിയുടെ ഒത്തുചേരലിന്റെ ആഘോഷം തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മന്ത്രി കെ മുരളീധരൻ ഉൾപ്പെടെ നിരവധി ഭക്തരാണ് കാഴ്ചക്കുല സമർപ്പിച്ചത്. രാവിലെ ശീവേലിക്ക് ശേഷം 7 മണിയോടെ സ്വർണ്ണ കൊടിമരത്തിന് സമീപമായിരുന്നു ചടങ്ങ്. അരിമാവണിഞ്ഞതിന് മുകളിലെ നാക്കിലയിൽ മേൽശാന്തി തെക്കുംപറമ്പത്ത് മനയിൽ നാരായണൻ നമ്പൂതിരി ആദ്യകുല സമർപ്പിച്ചു. പട്ടിൽ പൊതിഞ്ഞ ലക്ഷണമൊത്ത നേന്ത്രക്കുലയാണ് മേൽശാന്തി സമർപ്പിച്ചത്. തുടർന്ന് ശാന്തിയേറ്റ കീഴ്ശാന്തിമാരായ കൊടക്കാട് കൃഷ്ണൻ നമ്പൂതിരി, കീഴേടം വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ കുലകൾ സമർപ്പിച്ചു. മന്ത്രി കെ മുരളീധരൻ, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, MU ഷിനിജ, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ S ഹരിഗോപാൽ, ക്ഷേത്രം DA M രാധ, ഭരണവിഭാഗം DA പ്രമോദ് കളരിക്കൽ എന്നിവരും കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. തുടർന്ന് ഭക്തജനങ്ങളുടെ ഊഴമായിരുന്നു. നൂറുകണക്കിന് ഭക്തർ ഭഗവാന് കാഴ്ചക്കുല സമർപ്പിച്ച് ദർശന സായുജ്യം നേടി. തിരുമുൽക്കാഴ്ചയായി ഭക്തർ സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം നാളെ തിരുവോണ സദ്യയുടെ വിശേഷ വിഭവമായ പഴം പ്രഥമന് ഉപയോഗിക്കും. ഒരു പങ്ക് ദേവസ്വത്തിലെ ആനകൾക്ക് നൽകിയ ശേഷം ബാക്കിയുള്ള കുലകൾ ഭക്തർക്ക് ലേലം ചെയ്തു. ഓണത്തിന് ജന്മിമാർക്ക് പാട്ടക്കുടിയാന്മാർ കാഴ്ചക്കുല സമർപ്പിച്ച് സന്തോഷിപ്പിച്ചിരുന്ന പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മയുണർത്തിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നും കാഴ്ചക്കുല സമർപ്പണം നടത്തുന്നത്. മുൻകാലങ്ങളിൽ ദേവസ്വം ഭൂമി പാട്ടത്തിനെടുത്ത് നടത്തിയിരുന്നവരാണ് കാഴ്ചക്കുല എത്തിച്ചിരുന്നത്. പാട്ടക്കുലകൾ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. പാട്ടഭൂമികൾ ഇല്ലാതായതോടെ ആ നിലയ്ക്കുള്ള കാഴ്ചക്കുലകളുടെ വരവ് നിലയ്ക്കുകയും ഭക്തർ കാഴ്ചക്കുല സമർപ്പിച്ചു തുടങ്ങുകയുമായിരുന്നു.
ഉത്രാടനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭക്തരുടെ മനം കവർന്ന് കാളിയനുമേൽ ശംഖുചക്ര ഗദാധാരിയായി ഇരിക്കുന്ന ശ്രീകൃഷ്ണന്റെ മനോഹര പൂക്കളം. വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിച്ചൊരുക്കിയ പൂക്കളത്തിൽ കാളിയമർദ്ദനത്തിന്റെ ദൃശ്യമാണ് മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏകദേശം 12 അടി വലുപ്പത്തിൽ ഒരുക്കിയ പൂക്കളത്തിൽ ശംഖും ചക്രവും ഗദയും ധരിച്ച കൃഷ്ണന്റെ രൂപമാണ് പ്രധാന ആകർഷണം. കൃഷ്ണന്റെ വസ്ത്രാഭരണങ്ങളും മാലകളും കിരീടവുമെല്ലാം പൂക്കൾ കൊണ്ട് സൂക്ഷ്മമായി തീർത്തിരിക്കുന്നത് പൂക്കളത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഭക്തിയുടെയും കലാവൈഭവത്തിന്റെയും സംഗമമായി മാറിയ പൂക്കളത്തിന് മുന്നിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തിയും ആസ്വദിച്ചുമാണ് ഭക്തർ മടങ്ങിയത്. മറ്റു വാർത്തകളിലേക്ക്. ഇന്ന് റബി ഉൽ അവൽ 12. ലോകമാകെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ തിരുജനനം ആഘോഷിക്കുന്ന നബിദിനം. മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം അഥവാ മിലാദു ഉൻ നബി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിക്കുന്നത്. ഹിജ്റ കലണ്ടർ പ്രകാരം റബി ഉൽ അവൽ 12 സുബഹിയോടടുത്ത സമയത്താണ് പ്രവാചകന്റെ ജനനം. മസ്ജിദുകളിലും മദ്രസകളിലും പ്രവാചക കീർത്തനങ്ങൾ, പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. പ്രവാചകന്റെ ജീവചരിത്രത്തെക്കുറിച്ചും അധ്യാപനങ്ങളെക്കുറിച്ചുമുള്ള പ്രഭാഷണങ്ങളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചും മസ്ജിദുകൾ ദീപാലങ്കൃതമാക്കിയും ഈ മാസത്തോട് ആദരവ് പ്രകടിപ്പിക്കാറുണ്ട്. ഇന്നേ ദിവസം പുലർച്ചെ പള്ളികളിൽ പ്രത്യേക മൗലീദുകളും പ്രാർത്ഥനകളും നടത്താറുണ്ട്. തെരുവുകളിലൂടെ കുട്ടികളും മുതിർന്നവരും പങ്കെടുക്കുന്ന മനോഹരമായ മീലാദ് റാലികളും റാലിക്ക് അകമ്പടിയായി ഇസ്ലാമിക കലാപരിപാടികളും അരങ്ങേറുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നബിദിനത്തിൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പ്രവാചകന്റെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ജീവിതത്തിൽ പകർത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആശംസകൾ അറിയിക്കാറുണ്ട്. മനസ്സുകളിൽ നന്മയും സാഹോദര്യവും വളർത്താനും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും നബിദിനാഘോഷങ്ങൾ പ്രചോദനമാകുന്നു. മന്നലാകുന്ന് പള്ളിയിൽ പുലർച്ചെ 4 മണിക്ക് മഹല്ല് ഖത്തീബ് മൻസൂർ അലി ദാരിമിയുടെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സുണ്ടായി. വിശ്വാസികളായ മഹല്ല് നിവാസികൾ പങ്കെടുത്തു. തുടർന്ന് വിവിധ മദ്രസകളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും അരങ്ങേറി. മഴ നബിദിന റാലിക്ക് മാറ്റു കുറച്ചെങ്കിലും മദ്രസ കുരുന്നുകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഫ്ലവർ ഷോ, ദഫ്മുട്ട്, സ്കൗട്ട് തുടങ്ങിയവയുടെ അകമ്പടിയോടെ ആയിരുന്നു നബിദിന റാലി നടത്തിയത്. വിവിധ മദ്രസകളിലെ അധ്യാപകരും മഹല്ല് ഖത്തീബുമാരും നബിദിന സന്ദേശങ്ങൾ നൽകി. ലോകത്ത് സമാധാനവും ശാന്തിയും ആവശ്യമായ സന്ദർഭത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും ശാന്തി ദൂതന്മാർ ദൈവനിയോഗം നടത്തുന്നത് എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അല്ലാഹു നിയോഗിച്ചത്. അവിടെ നിന്ന് നൽകിയ സന്ദേശവും അവിടെ നിന്ന് നൽകിയ ആ ഉപദേശങ്ങളും ഇന്നും ലോകത്ത് വളരെ ആവശ്യമായ ഒന്നായി നിലനിൽക്കുകയാണ്. ആ സന്ദേശം ലോകത്ത് മുഴുവനും എത്തുകയും അതുവഴി എല്ലാ മനുഷ്യർക്കും നന്മ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശക്തമായ മഴയിലും കാറ്റിലും അകലാട് കാട്ടിലപ്പള്ളി ബീച്ചിൽ ഓടിട്ട വീണ് തകർന്നു വീണു. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീമിന്റെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. സംഭവ സമയം വീടിനകത്ത് 4 വയസ്സുകാരനടക്കം 6 പേർ ഉണ്ടായിരുന്നെങ്കിലും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാത്രി 11:30 സംഭവം. ഓടിട്ട ഒറ്റനില വീടിന്റെ പ്രധാന മേൽക്കൂരയാണ് തകർന്നു വീണത്. വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഭർത്താവ് റഹീം ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം ഉപയോഗിച്ചാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 17-ാം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് ജയിച്ചതും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതും. വില്ലേജ് ഓഫീസർ, മറ്റ് അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വീട്ടിൽ വാസയോഗ്യമല്ലാത്തതിനാൽ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി പൊതുഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി എസ് ഹരിഗോപാൽ ചുമതലയേറ്റു. അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിച്ചിരുന്ന തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനിൽ നിന്നാണ് അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങിയത്. ഇന്ന് രാവിലെ 8:30 ദേവസ്വം കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്ററുടെ ചേംബറിലായിരുന്നു ചടങ്ങ്. ദേവസ്വം സ്ഥിര നിക്ഷേപ രജിസ്റ്റർ, സ്വർണം വെള്ളി സ്റ്റോക്ക് രജിസ്റ്റർ, ഡബിൾ ലോക്കർ രജിസ്റ്റർ എന്നിവയിൽ ഒപ്പ് രേഖപ്പെടുത്തിയാണ് ചുമതല ഏറ്റെടുത്തത്. ക്ഷേത്രത്തിനകത്തെ ലോക്കറുകളുടെയും മുഴുവൻ ഭണ്ഡാരങ്ങളുടെയും താക്കോൽക്കൂട്ടം കളക്ടർ അഡ്മിനിസ്ട്രേറ്റർക്ക് കൈമാറി. 1 വർഷമാണ് അഡ്മിനിസ്ട്രേറ്ററുടെ കാലാവധി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയാണ് ഹരിഗോപാൽ. ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ സി. മനോജ് ബി. നായർ, എം.യു. ഷിനിജ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ കെ. ഗീത, പ്രമോദ് കളരിക്കൽ, എം. രാധ, കെ. എസ്. മായാദേവി, പി.ആർ.ഒ. വിമൽ ജിനാഥ്,
അസിസ്റ്റന്റ് മാനേജർ കെ സുഭാഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ സപ്തതി ആഘോഷം ശനിയാഴ്ച വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ പൗരോഹിത്യ സുവർണ ജൂബിലിയും മെത്രാഭിഷേക രജത ജൂബിലിയും സപ്തതി ആഘോഷത്തിനൊപ്പം നടക്കും. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്തയുടെ പൗരോഹിത്യ സുവർണ ജൂബിലിയും മെത്രാഭിഷേക രജത ജൂബിലിയും സപ്തതി ആഘോഷത്തിനൊപ്പം നടക്കും. ഓഗസ്റ്റ് 29 നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സപ്തതി സ്മരണികയുടെ പ്രകാശനം യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് നിർവഹിക്കും. വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരായ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ, ഡോക്ടർ യുക്കാക്കി മാർ കുറിലോസ് സഫർഗൻ മെത്രാപ്പോലിത്ത, മാർ ജോർജ് ആലഞ്ചേരി, ഡോക്ടർ കുര്യാക്കോസ് മാർ തെയാഫിലിയോസ് മെത്രാപ്പോലിത്ത, ഡോക്ടർ സാമുവൽ തിയോഫിലസ് മെത്രാപ്പോലിത്ത, മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത, ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയസ് മെത്രാപ്പൊലിത്ത, മാർ ടോണി നീലങ്കാവിൽ, പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സ്വാമി സദ്ഭവാനന്ദ, ഉസ്താദ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, എംഎൽഎമാരായ എ.സി. മൊയ്തീൻ, എൻ.കെ. അക്ബർ, വി.ടി. ബൽറാം, നഗരസഭാ അധ്യക്ഷരായ സൗമ്യ അനിലൻ, സുനിത രവിന്ദൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എ. ജ്യോതിഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. 25 വർഷത്തോളമായി സഭയുടെ മെത്രാപ്പോലിത്ത എന്ന നിലയിൽ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്ത ആത്മീയ രംഗത്തും സാമൂഹിക രംഗത്തും നടത്തിയ പ്രവർത്തനങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള സ്മരണികയാണ് സപ്തതിയുടെ ഭാഗമായി പുറത്തിറക്കുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ സംഘടനകളും വ്യക്തികളും സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്തയെ ആദരിക്കുകയും ഉപഹാരം സമർപ്പിക്കുകയും ചെയ്യും. സഭാ വൈദിക ട്രസ്റ്റിയും ജനറൽ കൺവീനറുമായ ഫാദർ തോമസ് കുര്യൻ, സഭാ ആത്മായ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് പി. മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെങ്ങാമുക്ക് കരിച്ചാൽ കടവിൽ ലോറി പാടത്തേക്ക് മറിഞ്ഞു. കരിച്ചാൽ കടവ് പാലം കഴിഞ്ഞുള്ള റോഡിലാണ് അപകടമുണ്ടായത്. എതിർഭാഗത്തു നിന്ന് വന്ന ബൈക്കിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് പാടത്തേക്ക് ലോറി മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ഇയാളെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓണനിറവിൽ നാട്. വിവിധ കൂട്ടായ്മകൾ, സംഘടനകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ തുടരുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഓണച്ചന്തകളും സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളത്ത് ഒരുമയുടെയും ആഘോഷത്തിന്റെയും നിറക്കാഴ്ചയൊരുക്കി സൗഹൃദ കൂട്ടായ്മയുടെ ഓണാഘോഷം. നഗരസഭ, കുന്നംകുളത്തെ മാധ്യമപ്രവർത്തക കൂട്ടായ്മയായ സീനിയർ എഡിറ്റേഴ്സ് ഫോറം, ചേംബർ യൂത്ത് വിംഗ് എന്നിവർ ചേർന്ന് നടത്തിയ ഓണാഘോഷത്തിൽ വൻജനാവലി പങ്കാളികളായി. 30ഓളം പുരുഷ വനിതാ ടീമുകൾ സൗഹൃദ വടംവലി മത്സരത്തിൽ പങ്കെടുത്തു. ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ നടത്തിയ പരിപാടികൾക്ക് ഓണപ്പാട്ടുകളും നൃത്തങ്ങളും പൊലിമയേകി. ജനപ്രതിനിധികൾ, കുന്നംകുളം പോലീസ്, അഗ്നിരക്ഷാസേന, ഹരിതകർമ്മസേന, കുടുംബശ്രീ, പ്രധാന ക്ലബ്ബുകൾ, പ്രമുഖ സ്ഥാപനങ്ങൾ തുടങ്ങിയവർ വടംവലി മത്സരത്തിൽ പങ്കാളികളായി. പുരുഷ വിഭാഗത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷനും ചേംബർ യൂത്ത് വിംഗും യഥാക്രമം 1ഉം 2ഉം സ്ഥാനം നേടി. വനിതാ വിഭാഗത്തിൽ നഗരസഭാ കുടുംബശ്രീയാണ് ജേതാക്കൾ. നഗരസഭാ കൗൺസിലർമാർ 2ാം സ്ഥാനം നേടി. മെഗാ ഓണപ്പാട്ടിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കരസ്ഥമാക്കിയ കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിന്റെ നേതൃത്വത്തിൽ 100ലധികം പേർ ചേർന്ന് ആലപിച്ച ഓണപ്പാട്ടുകൾ പകിട്ട് കുറയാത്ത ഓണക്കാലത്തിന്റെ ഹൃദയാനുഭവമായി. തെക്കേപ്പുറം മാക്കാലിക്കാവ് ശ്രീഭദ്ര സംഘം വീരനാട്യം അവതരിപ്പിച്ചു. നഗരസഭാധ്യക്ഷ സൗമ്യ അനിലൻ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സാജു കെ എബ്രഹാം, ഇൻസ്പെക്ടർ അനിൽകുമാർ ടി മേപ്പിള്ളി, നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ ടി സോമശേഖരൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ.പി. സാക്സൺ, സീനിയർ എഡിറ്റേഴ്സ് ഫോറം ഭാരവാഹികളായ സി. ഗിരീഷ് കുമാർ, എം.ബി. ജുബാൽ, ചേംബർ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഗിൽബർട്ട് എസ് പാർമേൽ എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം തൃശൂർ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് വി.എ. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഉപാധ്യക്ഷൻ പി.ജി. ജയപ്രകാശ് അധ്യക്ഷനായി. മിഷ സെബാസ്റ്റ്യൻ, സോമൻ ചെറുകുന്ന്, ഷജീഷ് കില്ലപ്പൻ, ആർ ഷാജിജു, ജയപ്രകാശ് ഇലവന്ത്ര, ടി.വി. വിനീത് എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പുതുശ്ശേരി ഗാന്ധി ശതാബ്ദി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ ബിൻസി ബോബൻ നിർവഹിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് വനിതാ അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി, ഓണപ്പാട്ടുകൾ, ബാലവേദി കുട്ടികൾക്കായി സംഘടിപ്പിച്ച വിവിധ ഇനം മത്സരങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടന്നു. വായനശാല പ്രസിഡന്റ് ശശി പൂവത്ത്, സെക്രട്ടറി ജോഷി ജോസഫ്, വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, ജോയിന്റ് സെക്രട്ടറി കെ.എൻ. കിഷോർ, കൺവീനർമാരായ ജാൻസി ധർമ്മൻ, ശശി കളരിക്കൽ, ബാലകൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഓണക്കിറ്റ് വിതരണം നടത്തി.
ചൂണ്ടൽ ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂർ അധ്യക്ഷനായി. ക്ലബ് സെക്രട്ടറി വിനോദ് കുട്ടൻ, ട്രഷറർ TT രാജൻ, മുൻ ഭാരവാഹികളായ മധു ചൂണ്ടൽ, GS സജി, ക്ലബ് അംഗങ്ങളായ CS സുരേഷ്, സുധാകരൻ, ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഉപ്പേരിയും പപ്പടവും പായസം പാക്കറ്റുകളും അടങ്ങിയ 101 കിറ്റുകൾ അർഹതപ്പെട്ടവർക്കായി വിതരണം ചെയ്തു. വിധവാക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം 2026 എന്ന പേരിൽ 14ാമത് ഓണം റിലീഫ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കുന്നംകുളം ബദനി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിധവാക്ഷേമ സംഘം സംസ്ഥാന രക്ഷാധികാരി MD രാജീവ് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം മുഖ്യപ്രഭാഷണം നടത്തി. സംഘടന ജനറൽ സെക്രട്ടറി ശോഭന കുന്നത്ത്, പ്രസിഡന്റ് ജാനകി സുധൻ എന്നിവർ സംസാരിച്ചു. സുജാത മണി സ്വാഗതവും റോസി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ തിരഞ്ഞെടുത്ത 100 കുടുംബങ്ങൾക്ക് ഓണം റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 14, 15 വാർഡുകളിലെ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. നമ്പഴിക്കാട് പേൾ മൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണക്കിറ്റ് വിതരണം AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ബിജു വലിയ പറമ്പിൽ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറി V വേണുഗോപാൽ, മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV നിവാസ്, പ്രാദേശിക നേതാക്കളായ CT ദേവസി, KJ പോൾ എന്നിവർ സംസാരിച്ചു. 2 വാർഡുകളിലെ 50 കുടുംബങ്ങൾക്കാണ് പലവ്യഞ്ജനങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് കൂനമൂച്ചിയിൽ വയോജനങ്ങൾക്കും അംഗൻവാടി കുട്ടികൾക്കുമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. ഐശ്വര്യ അംഗൻവാടി പരിസരത്ത് നടന്ന ഓണാഘോഷം കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. ഗോപി കുറ്റിയിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, സെക്രട്ടറി KK രാധാകൃഷ്ണൻ, ICDS സൂപ്പർവൈസർ NK സുനന്ദി, അംഗൻവാടി അധ്യാപിക ലിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വയോജനങ്ങളിൽ മുതിർന്ന പുരുഷനും സ്ത്രീക്കും, തൊഴിലുറപ്പ് തൊഴിലാളികളിൽ മുതിർന്ന സ്ത്രീക്കും, ഐശ്വര്യ അംഗൻവാടിയിൽ അധ്യാപികയായിരുന്ന ഷേർലി ടീച്ചർ, ഹെൽപ്പറായി പ്രവർത്തിച്ചിരുന്ന ഫിലോമിന, എയർഫോഴ്സിലും റെയിൽവേയിലും 39 വർഷം സേവനം ചെയ്ത AJ ജോൺസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണ സദ്യയും ഉണ്ടായിരുന്നു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ 10ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം ജോൺ കാക്കശ്ശേരിയുടെ വസതിയിൽ നടന്ന ചടങ്ങ് AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജോൺ കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യാതിഥിയായി. DCC സെക്രട്ടറി V വേണുഗോപാൽ, മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജോസ് എന്നിവർ സംസാരിച്ചു. വാർഡ് പരിധിയിലെ കുടുംബങ്ങൾക്ക് പലവ്യഞ്ജനങ്ങളടങ്ങിയ ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. CPIMന്റെ നേതൃത്വത്തിൽ സംയോജിത കൃഷിയുടെ ഭാഗമായുള്ള ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. തലക്കോട്ടുകരയിൽ നടന്ന ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള ബാങ്ക് ഡയറക്ടറുമായ M ബാലാജി ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി KB ജയൻ, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി MB പ്രവീൺ, CPIM ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, സംയോജിത കൃഷിയുടെ ജില്ലാ കൺവീനർ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നല്ല കൃഷി, നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും നാട്ടുകാരുടെയും ചെറുകിട കർഷകരുടെയും ഇടപെടലിലൂടെ കാർഷിക മേഖലയിൽ ബദൽ സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങൾ നാട്ടിലെല്ലായിടത്തും ഉണ്ടാകണമെന്നാണ് സംയോജിത കൃഷിയിലൂടെ CPI ലക്ഷ്യം വയ്ക്കുന്നത്. CPIM നേതൃത്വത്തിൽ നടത്തിയ സംയോജിത കൃഷിയുടെ വിളവെടുപ്പിൽ നിന്നും ലഭിച്ച പച്ചക്കറികളാണ് ഓണച്ചന്തയിൽ വിൽപ്പനയ്ക്കായി സജ്ജമാക്കിയിട്ടുള്ളത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ തിരുജനനം ആഘോഷിച്ച വിശ്വാസികൾ. മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്. പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിന്റെയും നജ്മുൽ ഹുദ മദ്രസയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് PY അബുസാലി പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് SMK തങ്ങൾ അൽ മുഹൈബിലി ദേശമംഗലം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് വർണ്ണാഭമായ റാലി നടന്നു. ദഫ്, സ്കൗട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. സെക്രട്ടറി PV സുലൈമാൻ, ഇബ്രാഹിം പഴവൂർ, NA റസാഖ്, KK സിയാദ്, KU കബീർ, NK മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മൗലിദ് സദസ്സ്, ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറാനിയ മദ്രസയിൽ മഹല്ല് ഖത്തീബ് അത്തീഖുൽ റഹ്മാൻ ബാക്കവി പതാക ഉയർത്തി. താഹിർ സാദി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നബിദിന റാലി നടന്നു. ദഫ്, സ്കൗട്ട് സംഘങ്ങൾ അകമ്പടിയേകി. മഹല്ല് ആക്ടിംഗ് പ്രസിഡന്റ് KA അബ്ബാസ്, സെക്രട്ടറി കബീർ മിലാനോ,
പ്രോഗ്രാം കൺവീനർ MM നിഷാദ്, മദ്രസ സദർ ഷാമിൽ ഇർഫാൻ, മുഹമ്മദ് ബാഖവി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് മൗലീദ് സദസ്സ് നടന്നു. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ മുഹിമാത്തുദ്ദീൻ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് പ്രസിഡന്റ് മൂസക്കുട്ടി ഹാജി പതാക ഉയർത്തിയതിനു ശേഷം ഖത്തീബ് സക്കീർ അൽ ഹുസൈൻ അൽ ഹസനിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച നബിദിന റാലിക്ക് അസിസ്റ്റന്റ് ഖത്തീബ് റഹ്മത്തു സഖാഫി, മഹല്ല് സെക്രട്ടറി കുഞ്ഞുമോൻ, ട്രഷറർ സെയ്ദാലി, സ്വാഗത സംഘം ചെയർമാൻ ജലീൽ, കൺവീനർ ഷാഹുൽ ഹമീദ്, ട്രഷറർ ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി. പഴുന്നാന ലിവാവുൽ ഇസ്ലാം മദ്രസയുടെ കീഴിൽ ഉസ്താദ് സിയാദ് മുഈനിയുടെ നേതൃത്വത്തിൽ ഫ്ലവർ ഷോയും ദഫ് മാസ്റ്റർ അൻസിലിന്റെ നേതൃത്വത്തിൽ ദഫ്മുട്ടുകളിയും അരങ്ങേറി. മദ്രസ വിദ്യാർത്ഥികളും നാട്ടുകാരും റാലിക്ക് നേതൃത്വം കൊടുത്ത മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്ത പരിപാടിയിൽ മദ്രസ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി പതാക ഉയർത്തി. മദ്രസ സെക്രട്ടറി യൂസഫ് MM, സലാമു KK, ഭാരവാഹികളായ കുഞ്ഞി മുഹമ്മദ് ഹുസൻ, മാഹിനു, മദ്രസാധ്യാപകരായ ഷാഹിദ് അഹ്സനി, മദ്രസ ട്രഷറർ യൂസഫ് ഹാജി എന്നിവർ പങ്കെടുത്തു. ഷംസുദ്ദീൻ നിസാമി ദുആക്ക് നേതൃത്വം നൽകി. മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. പോർക്കളങ്ങാട് ഹിദായത്തുൽ അനാം മദ്രസയിൽ പ്രസിഡന്റ് ജാഫർ പുളിക്കൽ പതാക ഉയർത്തി. ഖത്തീബ് ഷഫീഖ് ഉസ്താദ്, ബഷീർ സഖാഫി, സലാം ഉസ്താദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. റാലിയും ഉണ്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടിന്റെയും തക്ബീർ ധ്വനിയുടെയും അകമ്പടിയോടെ നടന്ന നബിദിന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. മധുരപലഹാര വിതരണവും ഉണ്ടായി. വെട്ടുകാട് മഹലിൽ നബിദിന റാലിയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. ആളൂർ വായനശാല പരിസരത്ത് നടന്ന നബിദിനാഘോഷം ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിക്കും വിധമാണ് നടത്തിയത്. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥൻ M മണികണ്ഠൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല് ഖത്തീബ് അബ്ദുസമദ് അൻവരി, വെട്ടുകാട് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് KK അബൂബക്കർ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുട്ടി, റേഞ്ച് ജനറൽ സെക്രട്ടറി AA അലി അക്ബർ, ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് RM മൊയ്തുട്ടി, ജനറൽ സെക്രട്ടറി RA മുസ്തഫ, ഹയാത്തുൽ ഇസ്ലാം മദ്രസ ജനറൽ സെക്രട്ടറി അബ്ദുൾ സലീം, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷിഹാബ്, ആളൂർ MYF യൂണിറ്റ് ഭാരവാഹികൾ, SYS വെട്ടുകാട് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. നബിദിനത്തിന്റെ ആത്മീയ സന്ദേശത്തോടൊപ്പം യുവതലമുറയെയും സമൂഹത്തെയും ലഹരിയുടെ ദൂഷ്യഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതിനുള്ള ബോധവൽക്കരണം കൂടിയായി മാറി വെട്ടുകാട് മഹല്ല് കമ്മിറ്റിയുടെ നബിദിനാഘോഷം. അകലാട് ഖാദിരിയ മസ്ജിദ് കമ്മിറ്റിയും അൽ മദ്രസത്തുൽ ഖാദിരിയ നബിദിനാഘോഷ കമ്മിറ്റിയും ചേർന്ന് മൗലിദ് പാരായണവും അന്നദാനവും നടത്തി. ഷൗക്കുൽ ഹബീബ് കരുണയാണ് തിരുനബി എന്ന ശീർഷകത്തിലാണ് പരിപാടികൾ നടത്തിയത്. മസ്ജിദിൽ സുബഹി നമസ്കാരത്തിന് മുമ്പ് മൗലിദ് പാരായണവും ദുആ മജ്ലിസും ഉണ്ടായി. മസ്ജിദ് ഖത്തീബും മദ്രസ സദറുമായ ജാബിർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് മഹല്ല് നിവാസികൾക്കായി ഭക്ഷണ വിതരണവുമുണ്ടായി. കമ്മിറ്റി ഭാരവാഹികളായ C അഷ്റഫ്, നൌഫൽ വലിയകത്ത്, TV അബ്ദുൾ റഷീദ്, അബ്ദുൾ കരീം, KV ഹസൻ, ബക്കർ ഹാജി, RV അലി, KC ഹംസക്കുട്ടി, ഹസൻ ഹാജി, C സലീം തുടങ്ങി മദ്രസ കമ്മിറ്റി ഭാരവാഹികളും മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. ചമ്മന്നൂർ മഹൽ ജമാഅത്ത് കമ്മിറ്റിയും സ്വാഗത സംഘം കമ്മിറ്റിയും സംയുക്തമായി നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നബിദിന റാലിയും സംഘടിപ്പിച്ചു. പുലർച്ചെ സുബഹി നമസ്കാരത്തിനു മുൻപ് മഹല്ല് ഖത്തീബ് ഡോക്ടർ കബീർ അൻവരിയുടെ നേതൃത്വത്തിൽ മൻഖൂസ് മൗലീദ് ഉണ്ടായിരുന്നു. തുടർന്ന് മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൾ ഗഫൂർ പതാക ഉയർത്തി. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും റാലിയും നടന്നു. ജാതിമത വ്യത്യാസമില്ലാതെ 2000-ഓളം വീടുകളിൽ അന്നദാനം നൽകി. നബിദിനത്തിന്റെ മുന്നോടിയായി അന്തിക്കാട് നൂറുൽ ഹുദ മദ്രസ ഉൾപ്പെടെയുള്ള മദ്രസകളിൽ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. അന്തിക്കാട് നടന്ന പരിപാടിക്ക് മഹല്ല് ഖത്തീബ് യൗഫീഖ് സഖാഫി കാരേക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് മണത്തല ദാറത്ത് തലീം അറബി ഉറുദു ഹയർ സെക്കൻഡറി മദ്രസയിൽ നബിദിനം ആഘോഷിച്ചു. രാവിലെ 7 മണിയോടെ മണത്തല ദാറുത്ത മദ്രസയിൽ മണത്തല മഹല്ല് ജോയിന്റ് വൈസ് പ്രസിഡന്റ് TK മുഹമ്മദ് അലി ഹാജി, മഹല്ല് സെക്രട്ടറി ഷാനവാസ്, സദർ ഉസ്താദ് സമദ് ഫൈസി എന്നിവർ പതാക ഉയർത്തൽ കർമ്മം നടത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഘോഷയാത്ര മാറ്റിവെച്ചതിനുശേഷം മദ്രസാങ്കണത്തിൽ പ്രവാചക പ്രകീർത്തന സദസ്സിനുശേഷം പ്രധാന ആകർഷകമായ ദഫും സംഘടിപ്പിച്ചു. പ്രകീർത്തന സദസ്സിൽ മണത്തല മുദരിസ് ലത്തീഫ് ദാരിമി അൽ ഹൈതമി മദർ റസൂൽ പ്രഭാഷണം നടത്തി. ദുവാ നേതൃത്വം മണത്തല ഖത്തീബ് സയ്യിദ് ബാദുഷത്തങ്ങൾ നിർവഹിച്ചു. മണത്തല അസിസ്റ്റന്റ് മുദരിസ് മുസ്തഫ ഫൈസി ദേശമംഗലം, മറ്റ് നിരവധി ഉസ്താദുമാർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടന്നു. രാവിലെ 7:30 മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരി ആദ്യ കാഴ്ചക്കുല ഭഗവാന് സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, ഭരണസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, കർമ്മസമിതി അംഗങ്ങൾ, വിവിധ പൂരാഘോഷ കമ്മിറ്റികൾ, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവരും കാഴ്ചക്കുലകൾ ഭഗവാന് സമർപ്പിച്ചു. ക്ഷേത്രം ജീവനക്കാർക്കുള്ള ഓണക്കോടി വിതരണം ക്ഷേത്രം പ്രസിഡന്റ് നിർവഹിച്ചു. തിരുവോണനാളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും
ഭഗവാന് സമർപ്പിച്ച കാഴ്ചക്കുലകൾ നിവേദിച്ചതിനു ശേഷം സൗജന്യമായി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 15,030 രൂപ, പവന് 1,20,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം കുന്നംകുളം കാണിയാമ്പാൽ മഹാത്മാഗാന്ധി റോഡിൽ കോഞ്ഞാങ്ങത്ത് വളപ്പിൽ കുഞ്ഞുമോൾ നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തി. പരേതനായ കുഞ്ഞപ്പു ഭർത്താവും സുരേഷ്, ഷീബ, ഷീല, സുനിൽകുമാർ എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി കല്ലുംപുറം റോഡിൽ അടയ്ക്ക വ്യാപാരി തോലത്ത് കുഞ്ഞൻ ഭാര്യ ഷൈല നിര്യാതയായി 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. അനു, നീതു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇത്തവണ സംസ്ഥാനത്ത് മഴയോണം. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നു. കള്ളക്കടൽ മുന്നറിയിപ്പും നിലനിൽക്കുന്നതിനാൽ ജാഗ്രത തുടരണമെന്ന് അറിയിപ്പ്. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഉത്രാടം. നാടും നഗരവും ഉത്രാടപ്പാച്ചിലിൽ. അപ്രതീക്ഷിത മഴ കച്ചവടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ കച്ചവടക്കാർ. തിരുവോണം ഉത്സവമാക്കാനുള്ള തിരക്കിൽ മലയാളികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മന്ത്രി കെ മുരളീധരൻ ഉൾപ്പെടെ നിരവധി ഭക്തർ കാഴ്ചക്കുല സമർപ്പിച്ചു. 100 കണക്കിന് ഭക്തർ ഭഗവാന് കാഴ്ചക്കുല സമർപ്പിച്ച് ദർശന സായുജ്യം നേടി. തിരുമുൽക്കാഴ്ചയായി ഭക്തർ സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം തിരുവോണ സദ്യയുടെ വിശേഷ വിഭവമായ പഴം പ്രഥമന് ഉപയോഗിക്കും. ലോകമാകെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ തിരുജനനം ആഘോഷിക്കുന്ന നബിദിനത്തിന്റെ നിറവിൽ മുസ്ലിം സമൂഹം. മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം അഥവാ മിലാദു ഉൻ നബി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.